2026 ഫിഫ വേൾഡ് കപ്പിൽ അട്ടിമറി നടന്നില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഇതാ അട്ടിമറി നടന്നിരിക്കുന്നു. ജർമ്മനി ആർ ഔട്ട് ഓഫ് ദ വേൾഡ് കപ്പ്. റൗണ്ട് ഓഫ് 32 തന്നെ ജർമ്മനി പുറത്തായിരിക്കുന്നു. 4 വട്ടത്തെ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ലാറ്റിൻ അമേരിക്കൻ ശക്തിയായ പാരഗ്വായ്. ഇറ്റ്സ് അൺബിലീവബിൾ. എന്താ പറയാ, ഒരേ സമയം ഹീറോ ആയും അത് പിന്നീട് വില്ലനായി മാറിയതുമാണ് കായ് ഹവേർട്സ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാച്ചിന്റെ ഒരു ഫുൾ സ്റ്റോറി. ആദ്യം കളി എന്താ പറയാ, തുടങ്ങിയപ്പോൾ മുതൽ ജർമ്മനിയുടെ അറ്റാക്കിംഗ് ആണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതിന് വിപരീതമായി ആദ്യം ഗോൾ നേടുന്നത് പാരഗ്വേയാണ്. 42-ാം മിനിറ്റിൽ എൻസിസോ പാരഗ്വേ താരത്തിന്റെ ഒരു കിടിലൻ ഗോളിൽ പാരഗ്വേ 1-0 ഹാഫ് ടൈമിൽ ലീഡിൽ പോകുന്നു. പിന്നീട് വീണ്ടും അറ്റാക്കിംഗ് തുടർന്ന ജർമ്മനിക്ക് എന്താ പറയാ, ആദ്യം അവര് ഹീറോയി മാറുന്നത് കായ് ഹവേർട്സ് തന്നെയാണ്. 54-ാം മിനിറ്റിൽ ആർസണൽ താരത്തിന്റെ കിടിലൻ ഗോളിൽ, ഹെഡർ ഗോളിൽ ജർമ്മനി ഒപ്പത്തിനൊപ്പം എത്തുന്നു. അങ്ങനെ സ്കോർ 1-1 എത്തുന്നു. പിന്നീട് ജർമ്മനി കുറെ ശ്രമിച്ചെങ്കിലും 90 മിനിറ്റ്സ് ഒരു വട്ടം പോലും പിന്നീട് എന്താ പറയാ അവര് ഗോൾ വഴങ്ങാൻ പറ്റിയില്ല എന്നല്ല, ഗോൾ അടിക്കാൻ സമ്മതിപ്പിച്ചില്ല ജർമ്മനിയെ കൊണ്ട്. അമ്മാതിരി ഡിഫൻസ് ആയിരുന്നു പാരഗ്വേ കാഴ്ചവെച്ചത്. അങ്ങനെ പോകുന്നു, എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. എക്സ്ട്രാ ടൈമിലും എന്താ പറയാ ഒരു വട്ടം പോലും ജർമ്മനിയെ സമ്മതിക്കാതെ വീണ്ടും പിടിച്ചു നിൽക്കുന്നു പാരഗ്വേ ഡിഫൻസീവ് ശക്തി കൊണ്ട് തന്നെ. അങ്ങനെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് എത്തുന്നു. പിന്നീട് മത്സരം വരുന്നത് ഗിൽ വേഴ്സസ് മാനുവൽ ന്യൂയർ. റിട്ടയർ ചെയ്തതിനു ശേഷം തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന മാനുവൽ ന്യൂയർ. അപ്പൊ ന്യൂയറിന് ഇത് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം. അങ്ങനെ തുടങ്ങുന്നു. ആദ്യം കിക്ക് എടുക്കുന്നത് ജർമ്മനി. ഇതാ നേരത്തെ ഹീറോ ആയവൻ ഇതാ വില്ലനാവുന്നതാണ് നമ്മൾ കാണുന്നത്. കായ് ഹവേർട്സിന്റെ ആദ്യ കിക്ക് തന്നെ അവര് ഗോളി ഗില്ല്, പാരഗ്വേ ഗോളി ഗില്ല് സേവ് ചെയ്യുന്നു. പിന്നീട് എന്താ പറയാ, പിന്നീട് രണ്ടാം വന്ന് കിക്ക് എടുക്കുന്ന പാരഗ്വേ താരം ഗോളാക്കുന്നു. അങ്ങനെ പാരഗ്വേക്ക് 1-0 ലീഡ് ഫസ്റ്റ് കിക്കിൽ തന്നെ കിട്ടുന്നു. പിന്നീട് വന്ന ആ 2 കിക്കുകൾ ഇരു ടീമുകളും, കിമ്മിച്ചും കൺവേർട്ട് ചെയ്യുന്നു, അവരുടെ ടീമും കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരേ സമയം 3 കിക്ക് കഴിയുമ്പോൾ നിങ്ങൾ ഗോൾ ലൈൻ ഒന്ന് നോക്കണം. 3 കിക്ക് കഴിയുമ്പോൾ പാരഗ്വേ 3, ജർമ്മനി 2. പിന്നെ എടുക്കാൻ വന്ന കിക്ക് ജർമ്മനി വീണ്ടും മിസ്സാക്കുന്നു. ജർമ്മനിയിലെ വോൾട്ട് മൈൻഡ് ആളാണ് മിസ്സാക്കുന്നത് 4ാമത്തെ കിക്ക്. അപ്പൊ ജർമ്മനി തോൽവി ഉറപ്പിച്ചു. കാരണം പിന്നീട് 2 കിക്കിൽ ജർമ്മനിക്ക് ഒരെണ്ണം അടിക്കും വേണം, 2 സേവ് ചെയ്യും വേണം. എന്നാൽ അവിടെ അത്ഭുതം സംഭവിക്കുന്നു. പാരഗ്വേയുടെ അടുത്ത 2 കിക്ക്, ഒന്ന് പുറത്തേക്കും ഒന്ന് മാനുവൽ ന്യൂയർ സേവും ചെയ്യുന്നു. അതേസമയം ജർമ്മനിയുടെ അവസാന കിക്ക് ജർമ്മനി ഗോളാക്കുകയും ചെയ്യുന്നു. അങ്ങനെ 5 കിക്ക് കഴിയുമ്പോൾ 3-3 എന്ന സ്കോറിലെത്തുന്നു. സഡൻ ഡെത്ത്. അവസാനം ജർമ്മനിക്ക് വേണ്ടി കിക്ക് എടുക്കാൻ വലിയ താഹാണ് അവരുടെ ഡിഫൻഡർ പുറത്തേക്കടിച്ച് കളയുന്നു, മാനത്തേക്കടിച്ച് കളയുന്നു. പിന്നെ എന്താ പറയാ, കനാലെ അവരെ സൂപ്പർ താരം പാരഗ്വേയെ കിട്ടിയില്ല കിക്കിലൂടെ കളി ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ 4-3 ജയിച്ചുകൊണ്ട് പാരഗ്വേ റൗണ്ട് ഓഫ് 16 എത്തിയിരിക്കുന്നു. എന്നിൽ വെച്ചാൽ 4 ലോക ചാമ്പ്യന്മാരായ ജർമ്മനി is out of the FIFA World Cup 2026.